എല്ലാവർക്കും HGBയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് അനലോഗി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ റീസണിങ്ങിനകത്ത് നമ്മൾ SSC റെയിൽവേ എക്സാം ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കോഡ് ആൻഡ് ഡീകോഡ് എന്നൊരു ടോപ്പിക് മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ് അനലോഗി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോഡ് ആൻഡ് ഡീകോഡിൻ്റെ ടോപ്പിക്കിൻ്റെ പ്രത്യേകം നമ്മൾ എന്താണ് ലോജിക് ബേസ്ഡ് ടോപ്പിക്കാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ ലോജിക് ബേസ്ഡ് ആയിട്ട് വരുന്ന ടോപ്പിക് തന്നെയാണ് അനലോഗി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോജിക് ബേസ്ഡ് വരുന്ന ടോപ്പിക് ആയതുകൊണ്ട് തന്നെ എപ്പോഴും SSC എക്സാമിലും റെയിൽവേ എക്സാമിലും കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കും, വെയിറ്റേജ് കൂടുതൽ കൊടുക്കും. അങ്ങനത്തെ വരുന്ന ടോപ്പിക്കാണ് അനലോഗി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അനലോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടായിരിക്കും. രണ്ട് പേര് തമ്മിൽ ഒരു റിലേഷൻ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തന്നിട്ട് മൂന്നാമതൊരാളെ തന്നിട്ട് അതേ റിലേഷനിൽ മൂന്നാമത്തെ ആൾക്ക് അതേ റിലേഷനിൽ വരുന്ന ആരെന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഇതാണ് അനലോഗി എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് പേര് തമ്മിൽ റിലേഷൻ ഉള്ളതായി പറയാം. അപ്പം ഇയാൾക്ക് ഇയാളുമായിട്ട് റിലേഷൻ ഉണ്ടായിരിക്കും, അതേ റിലേഷൻ. അത് ലോജിക്ക് എന്ന് നമുക്ക് പറയാം. ഇയാളുമായിട്ട് റിലേഷൻ ആകുന്ന അതൊരു ലോജിക്കാണ്. അതേ ലോജിക്കിൽ ഇയാൾക്ക് വരുന്ന ആരെന്ന് ചോദിക്കുന്നതാണ് എന്ന് പറയുന്നത് അനലോഗി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമുക്ക് നമ്പേഴ്സ് യൂസ് ചെയ്ത് ചോദിക്കാം. അതായത് രണ്ട് നമ്പർ, മൂന്നാമതൊരു നമ്പർ എന്നിട്ട് നാലാമത് വരുന്ന നമ്പർ ഏതെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ലെറ്റേഴ്സ് ആയിരിക്കാം. ഓക്കെ, രണ്ട് ലെറ്റേഴ്സ് വരുന്നു, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലെറ്റർ എന്നിട്ട് നെക്സ്റ്റ് വരുന്ന ലെറ്റർ ആയിരുന്നു ചോദിക്കാം. അല്ലെങ്കിൽ ലെറ്റർ നമ്പർ കോമ്പിനേഷനും വേണമെങ്കിൽ വരാം. പിന്നെ വരുന്നത് വേർഡ്സ് വെച്ചാണ്. ഇവിടെ എല്ലാം വേർഡ്സ് വരാം. പിന്നെ വരുന്നത് ഫിഗർ ആണ്. ഓക്കെ, നമ്മൾ പറയുന്നത് നമ്പർ അനലോഗി, ലെറ്റർ അനലോഗി, വേർഡ് അനലോഗി, ഫിഗർ അനലോഗി, ഇങ്ങനെ നമ്മൾ നാലായിട്ട് നമ്മൾ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, നമ്പർ, ലെറ്റർ, വേർഡ്, ഫിഗർ. അനലോഗിക്കകത്ത് ഈ നാല് വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിന് എക്സാമിന് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് ഏത് രണ്ട് കോമ്പിനേഷൻ വേണമെങ്കിലും ചോദിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ലോജിക്ക് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതായി മാറുന്ന ലോജിക്ക് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ആ ലോജിക്ക് നോക്കിയിട്ട് അതിൻ്റെ ആൻസർ ഓപ്ഷൻ എടുക്കുകയാണ് നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ വരുന്ന സമയത്ത് നമുക്ക് നമ്പേഴ്സിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്പേഴ്സിൻ്റെ ഒരു എക്സാമ്പിൾ. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ 2 എന്ന് പറയുന്ന നമ്പർ 4 മാറുന്നു. ഓക്കെ, 2 4 ആകുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കിടക്കുവാണ്. എന്നിട്ട് നിങ്ങൾ ചോദിക്കുകയാണ് 3 എന്താകും എന്ന് ചോദിക്കുകയാണ്. 2 4 ആകുകയാണെങ്കിൽ 3 എന്താകും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇതാണ് അനലോഗിയുടെ ക്വസ്റ്റ്യൻ, നമ്പർ അനലോഗിയുടെ എക്സാമ്പിൾ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ 2 4 ആകുമ്പോൾ 3 എന്താകും ചോദിച്ച് നമുക്ക് എന്തൊക്കെ മനസ്സിൽ വരും? 3 5 ആകാം എന്ന് വരും. കാരണം 2 2 കൂട്ടിയാണ് 4 വന്നതെങ്കിൽ 3 2 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് വരും? 5 വരും. ഇനി അതല്ലാണ്ട് നമുക്ക് 2 4 ആണെന്ന് എന്ത് പറയാം? 2 × 2 4 പറയാം. എങ്കിൽ 3 × 2 നമുക്ക് എന്താണ്? 6 ആണ്. അങ്ങനെ ഒരു ലോജിക്ക് നമുക്ക് ഇവിടെ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ 2ന്റെ സ്ക്വയർ ആണ് 4 എങ്കിൽ 3ന്റെ സ്ക്വയർ 9 ആണ് എന്ന് നമുക്ക് ആൻസർ പറയാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ പല ലോജിക്കൽ നമുക്ക് എന്താണ് പറയാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഒന്നിലധികം ലോജിക്കൽ നമ്പേഴ്സിന്റെ കേസിൽ വരാറുണ്ട്. അപ്പോൾ ഒന്നിലധികം ലോജിക്കൽ വരുവാണെങ്കിൽ അതിലേതാണെന്ന് കൺഫേം ചെയ്യാനായിട്ട് നമുക്ക് ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഓപ്ഷൻ എന്നാണ് നമ്മൾ എടുക്കുക. നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് 2 2 കൂട്ടുമ്പോൾ 5 കിട്ടുന്നു. അതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ലോജിക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഉടനെ 2 2 കൂട്ടുമ്പോൾ 4 കിട്ടുന്നു, 3 2 കൂട്ടുമ്പോൾ 5 കിട്ടുന്നു. ആ ഒരു ലോജിക്കാണ് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിൽ കത്തുന്നതെന്ന് വിചാരിക്കാം. നിങ്ങൾ ഓപ്ഷൻ നോക്കുമ്പോൾ 5 എന്ന് പറയുന്ന ഉത്തരം ഓപ്ഷൻ ഇല്ല. നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതല്ല ലോജിക്ക്, വേറെന്തോ ലോജിക്ക് ഉണ്ട്. ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ലോജിക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷനെ ബേസ് ചെയ്തായിരിക്കും നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് എന്താണ് ആൻസർ ചെയ്യും. ചിലപ്പോൾ ഒരു ലോജിക്ക് മാത്രമേ കാണത്തുള്ളായിരിക്കും. നമ്പേഴ്സിന്റെ കേസിൽ ഒന്നില്ലെങ്കിൽ ലോജിക്ക് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. പക്ഷേ ചില സമയത്ത് ഒരു ലോജിക്ക് ഉണ്ടാകത്തുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ വേറെ ഓപ്ഷൻ നോക്കേണ്ട ആവശ്യം. നമുക്ക് ആ ലോജിക്ക് വെച്ചിട്ട് ആൻസർ ഓപ്ഷൻ എന്തായാലും കാണും. നോക്കണം, ഞാൻ വേറൊരു ഓപ്ഷൻ ഇവിടെ എഴുതുവാണ്. ഇപ്പം ഇതിന് പറ്റിയൊരു ഓപ്ഷൻ ഞാൻ വേറെ എഴുതുവാണ്. ഇപ്പം 12 18 27 36 ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതിയിരിക്കുന്നതാണ്. 2 4 ആകുവാണെങ്കിൽ 3 എന്താകും എന്ന് ചോദിക്കുന്ന ക്വസ്റ്റിനകത്ത് ഞാൻ ഇങ്ങനെയാണ് ഓപ്ഷൻ തരുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് 5 എന്ന് പറഞ്ഞ ഓപ്ഷൻ എങ്ങനെ കിട്ടിയെന്ന് അറിയാം, 6 എന്ന് കിട്ടിയാൽ നിങ്ങൾക്ക് അറിയാം, 9 ഈ 3 ലോജിക്ക് നിങ്ങൾക്ക് അറിയാം. പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ ഓപ്ഷനകത്ത് ഈ 3 ലോജിക്കിന് ആൻസറും ഇല്ല. അപ്പോൾ അതിനർത്ഥം അവിടെ വേറെ എന്തോ ലോജിക്ക് ഉണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കാം. ഇതാണ് അനലോഗിൽ നമ്മൾ വരുന്ന ടൈപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു ലോജിക്ക് പറയുന്ന സമയത്ത് നമുക്ക് എങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 27 ആണ് ആൻസർ എന്ന് പറയാൻ പറ്റും. എങ്ങനെ ലോജിക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ 2ന്റെ സ്ക്വയർ ആണ് 2, അല്ലെങ്കിൽ 2ന് 2 എന്ന പവർ കൊടുക്കുമ്പോൾ 4 ആകുന്നു. ഓക്കെ, ആ നമ്പറിന് അതേ നമ്പർ തന്നെ പവർ കൊടുക്കുന്നു എന്ന ലോജിക്ക് വേണമെങ്കിൽ പറയാം. അതായത് n⁻n. ഓക്കെ, n പവേഴ്സ് റൈസ് ടു n. അങ്ങനെ ഒരു ലോജിക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ 3ന് 3 എന്ന പവർ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 27 എന്ന് പറയും. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ലോജിക്കാണ്. ഇത് മുൻപ് കാലങ്ങളിൽ ചോദിച്ചുള്ള ഒരു ലോജിക്കാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള ലോജിക്കുകൾ വരാം. നമ്മൾ അത് നോക്കി മനസ്സിലാക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്പേഴ്സിന്റെ കേസിൽ മെയിനായിട്ട് നമ്പേഴ്സ് ആണ് നമുക്കിവിടെ അനലോഗിയുടെ കേസിൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് വരാം. നിങ്ങൾക്ക് ടൈം കുറച്ച് എടുക്കാൻ ചാൻസ് ഉള്ളത് നമ്പേഴ്സ് ആയിരിക്കും. ലെറ്റേഴ്സ് നമുക്ക് ടേബിളിന്റെ സഹായത്തോടെ വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും, പ്രശ്നം ഉണ്ടാവത്തില്ല. പിന്നെ വരുന്നത് വേർഡ് അനലോഗിയാണ്.
വേർഡ് അനലോഗി വരുമ്പോൾ കുറച്ച് ജി കെ റിലേറ്റഡ് കാര്യങ്ങളായിരിക്കും വേർഡ് അനലോഗിക്കകത്ത് കൂടുതലും ചോദിക്കുക. അപ്പോൾ അത് ആ ജി കെ റിലേറ്റഡ് കാര്യങ്ങൾ നിങ്ങൾ ഒന്നാമത് അനലോഗിക്ക് വേണ്ടി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് അല്ലാണ്ട് നമ്മൾ ജി കെ റിലേറ്റഡ് പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എന്താണ് ഇതിനകത്ത് കയറി വരാറുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സാം നോക്കാം. ഫിഗറും വലിയ ബുദ്ധിമുട്ട് വരത്തില്ല കേട്ടോ, ഫിഗറും വലിയ പ്രശ്നം വരത്തില്ല. നമ്മൾ ഓരോ ടൈപ്പായിട്ട് നമ്മൾ നോക്കുകയാണ്, നമ്പറും ലെറ്ററും വേർഡും ഒക്കെ. അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മൾ നോക്കുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻ ഇല്ല, കുറച്ച് എക്സാമ്പിൾസ് ആണ്, നിങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞു തരാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ഐഡിയ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് ക്വസ്റ്റ്യൻസ് അധികം ചെയ്ത് പഠിക്കണം. കുറച്ച് ക്വസ്റ്റ്യൻസ് അധികം ചെയ്ത് പഠിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ലോജിക്കുകൾ കാണും. അപ്പോൾ നമ്പറിൻ്റെ കേസിൽ നിങ്ങൾ ഒരുപാട് ലോജിക്കുകൾ, എങ്ങനെ ഈ നമ്പർ അങ്ങനെ ആയിരുന്നു, അപ്പോൾ ഒരുപാട് ലോജിക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് രണ്ട് നമ്പർ കാണുമ്പോഴത്തേക്കും ഇത് നമ്മൾ അന്ന് പഠിച്ച ലോജിക്കിലാണോ വരുന്നത് എന്ന് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് പെട്ടെന്ന് അതാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ അങ്ങനെ പഠിച്ചിട്ടില്ല എങ്കിൽ, നമ്മൾ ആലോചിച്ചിട്ടില്ല, നമ്മൾ ആലോചിക്കില്ല, നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ ചെയ്ത് നോക്കിയിട്ടില്ല അതൊരു ലോജിക്ക് ആണെന്ന് വെക്കുക. അതിപ്പോൾ ഞാനാണെങ്കിൽ കൂടിയും അങ്ങനെ ഒരു ലോജിക്കാണ് നമുക്ക് എന്താണ് സമയം എടുക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക, മനസ്സിൽ വെച്ചേക്കുക. നിങ്ങൾ മാക്സിമം ക്ലാസ് കഴിഞ്ഞിട്ട് നല്ലപോലെ തന്നെ അനലോഗിയുടെ ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. അത് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഞാനിവിടെ ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ കാണിച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ലോജിക്ക് കണ്ടുപിടിച്ച് ലോജിക്ക് മനസ്സിലാക്കി ആൻസർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ എക്സ്പ്ലനേഷൻ നോക്കുക, എന്താണ് എൻ്റെ ലോജിക്ക് പറയുന്നത് ഒന്ന് മനസ്സിലാക്കുക. ഞാൻ ഇവിടെ ലോജിക്ക് പറഞ്ഞു പോകുക, ഓരോ ക്വസ്റ്റിനും അതിൻ്റെ ലോജിക്കും പറഞ്ഞു പോകുകയായിരിക്കും ചെയ്യുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവത്തുള്ളൂ, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് 35ഉം 7ഉം ആണ് കിടക്കുന്നത്. 35 എങ്ങനെ 7 ആയി എന്ന ലോജിക്കാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. 35 എങ്ങനെ 7 ആകുന്നു, 35 7 തമ്മിൽ നമ്മൾ റിലേഷൻ നോക്കുകയാണെങ്കിൽ പല രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. ഇപ്പോൾ 35 നിന്നും ഒരു 28 കുറച്ചാൽ 7 കിട്ടും. 35 നിന്നും 28 എന്ന് പറയുന്ന നമ്പർ കുറച്ചാൽ നിങ്ങൾക്ക് 7 കിട്ടും. അങ്ങനെയാണ് നിങ്ങൾ നോക്കുന്ന സമയത്ത് 120 28 കുറയ്ക്കുന്ന നമ്പർ ഇവിടെ ഇല്ല, കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ. അപ്പോൾ അതല്ല ലോജിക്ക്, നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. പിന്നെ 35 7 കാണുമ്പോൾ പിന്നെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടായിരിക്കും. 35 7 നമ്മൾ നോക്കുകയാണെങ്കിൽ 35 ഡിവൈഡഡ് ബൈ 5 ആണ് എന്ന് പറയുന്നത് 7 എന്ന് പറയുന്നത്. 35നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, 7 കഴിയുന്നു. അങ്ങനെ എന്ത് ചെയ്യാം, 120നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 125നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 25 എന്ന് കിട്ടും അല്ലേ. ആൻസർ 25 ഓപ്ഷൻ കിടപ്പുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ലോജിക്കാണത്. ഓക്കെ, നിങ്ങൾ നോക്കുന്നു 35 എങ്ങനെ 7 ആയി, പല രീതിയിൽ നമുക്ക് 35 7 ആവുന്ന രീതിയിൽ പറയാൻ പറ്റും. അങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ലോജിക്കാണ്. 35ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 7 കിട്ടും. 120ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ അവിടെ ഉണ്ട്. പിന്നെ നിങ്ങൾ വേറെ ലോജിക്കൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, അതായിരിക്കും നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നിലധികം ലോജിക്കുകളുടെ ആൻസർ ഓപ്ഷനിൽ കാണത്തില്ല. അങ്ങനെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യിപ്പിക്കാൻ പറ്റും. കാരണം എക്സാമിന് വരുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഒരു എക്സാം കഴിഞ്ഞ് നമുക്ക് റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്താണ് ആൻസർ ചെയ്ത് അവർ പബ്ലിഷ് ചെയ്യും. നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് തെറ്റുണ്ടെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 343 7 729 ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, നിങ്ങൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, എക്സ്പ്ലനേഷൻ നോക്കുക. അപ്പോൾ 343 എന്ന് പറയുന്ന നമ്പറും 7ഉം കാണുമ്പോൾ തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കണം, മനസ്സിലാകണം. നിങ്ങൾ ഉറപ്പായിട്ടും അത് റീസണിങ്ങിന് വേണ്ടി മാത്രമല്ല, കോണ്ടിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. ക്യൂബ്സും സ്ക്വയേഴ്സും നല്ലപോലെ പഠിച്ചു വെക്കുക. അതായത് ഒരു മിനിമം ഒരു 20 വരെ അല്ലെങ്കിൽ 15 വരെയുള്ള ക്യൂബുകളും അതുപോലെ തന്നെ ഒരു 30 വരെയുള്ള സ്ക്വയറുകളും കാണാതെ പഠിച്ചു വെക്കുക. സ്ക്വയർ പിന്നെ അതിന് ശേഷം കണ്ടുപിടിക്കുന്നതൊക്കെ നമുക്ക് മെത്തേഡ് ഉണ്ട് അല്ലേ. 30ന് മുകളിലോട്ട് 100 വരെയുള്ളൊക്കെ 100+ വാല്യൂസ് കണ്ടുപിടിക്കുന്നതിന് മെത്തേഡ്സ് ഒരുപാടുണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾ 30 വരെയുള്ള സ്ക്വയറുകളും ഒരു 15 വരെയുള്ള ക്യൂബ് 20 വരെയുള്ള പഠിച്ചു കഴിഞ്ഞാൽ നല്ലത്. 15 വരെയുള്ളതിന് മിനിമം പഠിച്ചു വെക്കണം. അതിൻ്റെ ക്യൂബുകളൊന്ന് പഠിച്ചു വെക്കുക. നമുക്കത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം 343ഉം 7ഉം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം 7ന്റെ ക്യൂബാണ് എന്തെന്ന് പറയുന്നത് 343 എന്ന് പറഞ്ഞു. 343 എന്ന് പറഞ്ഞാൽ 7ന്റെ ക്യൂബാണ്. അതുകൊണ്ട് 7 ഇവിടെ വന്നു എന്ന് പറയാം. വേറെ വേറെ ലോജിക്കാണെങ്കിൽ പറയാം, ഇത്ര നമ്പർ കുറയ്ക്കുമ്പോൾ 7 അങ്ങനെ നമുക്ക് പറയാൻ വേണമെങ്കിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 729ന്റെ ഓക്കെ 729 നമ്പർ ഒരു പെർഫെക്റ്റ് ക്യൂബാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, അത് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റണം. ഓക്കെ, അതൊരു പെർഫെക്റ്റ് ക്യൂബാണ്. അത് എന്തിൻ്റെ ക്യൂബാണ്, 9ന്റെ ക്യൂബാണ്. ഓക്കെ, അപ്പം 9ന്റെ ക്യൂബ്. അപ്പം നമുക്ക് ആൻസർ എന്ത് വരും, 9 വരും. കഴിഞ്ഞു. സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കലാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാണ്. നാല് 9 49 ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചിലപ്പോൾ ചിലർക്ക് തെറ്റാനോ അല്ലെങ്കിൽ ഡൗട്ട് വരാനോ ചാൻസ് കൂടിയൊരു സാധനമാണ്. ഓക്കെ,
4, 9, 49. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 4, 9, 49 ആ നമ്പേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഓക്കെ, ആ നമ്പറുകൾക്ക് പ്രത്യേകത. ഇപ്പോൾ 4, 9 ആവുന്നത് നമുക്ക് വേറെ പരി പറയാം. അപ്പം എന്താ പറയാം, 4 5 കൂട്ടിയാൽ 9 കിട്ടുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ 4ന്റെ ഇരട്ടി എടുത്തിട്ട് 1 കൂട്ടിയാൽ 9 കിട്ടുമെന്ന് പറയാം. ഇങ്ങനെയൊക്കെ പറയാം അല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ 49 ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, പക്ഷെ 4, 9, 49 ആ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണ്? 4, 9, 49 എന്താ പ്രത്യേകത? ഇതെല്ലാം സ്ക്വയർ നമ്പേഴ്സ് ആണ്. ഇതെല്ലാം സ്ക്വയർ നമ്പേഴ്സ് ആണ്. 4 എന്ന് പറയുന്നത് 2ന്റെ സ്ക്വയർ ആണ്. 9 എന്ന് പറയുന്നത് 3ന്റെ സ്ക്വയർ ആണ്. 49 എന്ന് പറയുന്നത് 7ന്റെ സ്ക്വയർ ആണ്. ഇതെല്ലാം സ്ക്വയർ നമ്പേഴ്സ് ആണ്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകത ഇവിടെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ സ്ക്വയർ നമ്പേഴ്സ് ഒക്കെ വരുമ്പോൾ അത് ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവാം. നമുക്ക് നോക്കാം. ഇപ്പോൾ 2ന്റെ സ്ക്വയറും 3ന്റെ സ്ക്വയറും എങ്ങനെയാണ് ഇത് റിലേറ്റഡ് ആവുന്നത്? എങ്ങനെയാണ് ഇത് റിലേറ്റ് ആവുന്നത്? നോക്കുമ്പോൾ 2 കഴിഞ്ഞ് തൊട്ട് അടുത്ത് വരുന്ന നമ്പറാണ് എന്ന് പറയുന്നത് 3 എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 2 തൊട്ടടുത്ത് വരുന്ന നമ്പർ 3, 3ന്റെ സ്ക്വയർ 9. അങ്ങനെ 7 കഴിഞ്ഞ് 7 തൊട്ടടുത്ത് വരുന്ന നമ്പർ ഏതാണ്? 8 ആണ്. 8ന്റെ സ്ക്വയർ എത്ര വരേണ്ടത്? 64 ആണ്. പക്ഷെ നമ്മുടെ ഓപ്ഷൻ എന്തില്ല? 64 ഇല്ല. ഓക്കെ, ഇനി ചിലർക്ക് വരുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 2ഉം 3ഉം ഡിഫറൻസ് എടുക്കുമ്പോൾ 1 ആണ്. അപ്പോൾ അവരുടെ ഡിഫറൻസ് 1 ആണ്. അപ്പം 7 ആണ് ഇവിടെ. ഡിഫറൻസ് 6 വരും. സോറി, ഡിഫറൻസ് 1 വരുന്ന നമ്പർ 6 ആണ്. 6ന്റെ സ്ക്വയർ 36 എന്ന് പറഞ്ഞെടുക്കാറുണ്ട്. ശ്രദ്ധിക്കാം, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ നിങ്ങോട്ട് എങ്ങനെയാണോ റിലേഷൻ അതുപോലെ ഇവിടെ നിങ്ങോട്ട് പോവാം. തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. The question is select the option that is related to the third number in the same way as the second number is related to the first number എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് നമ്പർ എങ്ങനെയാണോ ഫസ്റ്റ് ലെറ്ററിന് റിലേറ്റഡ് ആവുന്നത് അതുപോലെ തേർഡ് നമ്പർ റിലേറ്റ് ചെയ്ത് വരുന്ന ആരായിരിക്കും എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും തിരിച്ചെടുക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് അത് പറ്റത്തില്ല. പിന്നെ ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. 2ഉം 3ഉം. ഓക്കെ, 2ഉം 3ന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടുത്തടുത്തുള്ള നാച്ചുറൽ നമ്പേഴ്സ് മാത്രമല്ല, 2ഉം 3ഉം എന്താണ്? അടുത്തടുത്ത് വരുന്ന പ്രൈം നമ്പേഴ്സ് ആണ്. അത് 2ന് ശേഷം തൊട്ട് അടുത്ത് വരുന്ന പ്രൈം നമ്പർ ആണ് ആരെന്ന് പറയുന്നത്? 3 എന്ന് പറയുന്നത്. പ്രൈം നമ്പേഴ്സ് ഒരു ഐഡിയ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് ഒരു പ്രൈം നമ്പർ കാണുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ 100 വരെയുള്ള പ്രൈം നമ്പർ ജസ്റ്റ് ഒന്ന് പഠിച്ച്, കാണാതെ പഠിക്കണമെന്നല്ല, ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 7ന് ശേഷം വരുന്ന പ്രൈം നമ്പർ, ഓക്കെ, 7ന് ശേഷം വരുന്ന പ്രൈം നമ്പർ ഏതാണ്? 11 ആണ്. 11ന്റെ സ്ക്വയർ എത്രയാണ്? 121. നമ്മുടെ ആൻസർ എന്തായിരിക്കും? 121 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. പലരും 7 കഴിഞ്ഞിട്ട് 9 ആണെന്ന് പറഞ്ഞ് 9ന്റെ സ്ക്വയർ എടുക്കും. അങ്ങനെ എടുക്കാൻ പറ്റില്ല കേട്ടോ. 2 കഴിഞ്ഞ് 3 വരുമ്പോൾ 1 കൂട്ടിയോ അല്ലെങ്കിൽ 2 കഴിഞ്ഞ് വരുന്ന 3 പ്രൈം നമ്പർ ഒന്നും ഇതിൽ എടുക്കാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 7 കഴിഞ്ഞ് വരുന്ന പ്രൈം നമ്പർ ആണെങ്കിൽ 11 ആയിരിക്കും. 7 തൊട്ടടുത്ത് വരുന്ന നമ്പറാണ് 8 ആണ്. 8ന്റെ സ്ക്വയർ അതിനകത്തില്ല. അപ്പം അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ 121 എന്ന ആൻസറിലേക്ക് പോകുന്നത്. അടുത്ത ദിവസം നോക്കിയേ, 71, 73, 83 ക്വസ്റ്റ്യൻ മാർക്ക്. നിങ്ങളുടെ ആൻസർ എന്താണെന്ന് നോക്കിയിട്ട് നോക്കുക. 71, 73, 83 നമ്പേഴ്സിന് പ്രത്യേകതയുണ്ട്. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ അതേ പ്രത്യേകതയാണ്. പ്രൈം നമ്പേഴ്സ് ആണ് ഇവരെല്ലാം. ഓക്കെ, 71, 73, 83 എല്ലാം പ്രൈം. നിങ്ങൾ നമ്പർ കാണുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ, ക്യൂബ്, പ്രൈം നമ്പർ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അതിനുശേഷം എന്ത് ചെയ്താൽ ബാക്കിയുള്ള ലോജിക്ക് നോക്കിയാൽ, കാരണം സ്ക്വയറും ക്യൂബും പ്രൈം നമ്പേഴ്സും വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകത ഉപയോഗിച്ചായിരിക്കും എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തതിന് എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് യൂസ് ചെയ്ത ആൻസർ ഇല്ലെങ്കിൽ മാത്രം വേറൊരു പ്രത്യേകത യൂസ് ചെയ്താൽ മതി. വേറെ എന്തെങ്കിലും ലോജിക്ക് വരുന്നെങ്കിൽ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് പ്രൈം നമ്പേഴ്സ് ആണ്. ഇത് കാണുമ്പോൾ അറിയാം. ഞാൻ പറഞ്ഞു പ്രൈം നമ്പേഴ്സ് എങ്ങനെ അറിയാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നത് ഒരു ഐഡിയ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഓൾറെഡി മാത്സിൻ്റെ പാർട്ടായിട്ട് ഇത് പ്രൈം നമ്പർ പഠിക്കണം. അപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞുതരാം. നമ്മൾ പ്രൈം നമ്പേഴ്സ് എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് മനസ്സിലാക്കാൻ ഒരു മെത്തേഡ് പറയണം. അതായത് 6ന്റെ മൾട്ടിപ്പിൾസ്, 6ന്റെ മൾട്ടിപ്പിൾസിന്റെ 2 സൈഡിലായിട്ടാണ് പ്രൈം നമ്പേഴ്സ് വരുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2, 3 എന്ന് പറയുന്ന പ്രൈം നമ്പേഴ്സ് നമുക്കുണ്ട്. ഓക്കെ, 2, 3 പ്രൈം നമ്പേഴ്സ് നമുക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന പ്രൈം നമ്പേഴ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് 6ന്റെ മൾട്ടിപ്പിൾസ്. അപ്പോൾ 6ന്റെ മൾട്ടിപ്പിൾസിനെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 6, 12, 18, 24, 30, 36, 42, 48, 54, 60. ഞാൻ എല്ലാം എടുക്കുന്നില്ല. 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് നിങ്ങൾക്ക് ഇതുപോലെ പറയാൻ പറ്റും കേട്ടോ. ഇപ്പം ഞാൻ 6 എടുക്കുവാണ്. ഞാൻ പറഞ്ഞു പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് 6ന്റെ മൾട്ടിപ്പിൾസിന് 2 സൈഡിലായിട്ടാണ് വരുന്നത്. പക്ഷേ ഒരു കാര്യം കൂടെ, 6ന്റെ മൾട്ടിപ്പിൾസിന്റെ സൈഡിൽ വരുന്ന എല്ലാ ആൾക്കാരും പ്രൈം നമ്പേഴ്സ് അല്ല. പക്ഷെ പ്രൈം നമ്പേഴ്സ് എവിടെ വരത്തുള്ളൂ? 6ന്റെ മൾട്ടിപ്പിളിന് 2 സൈഡിൽ മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചോണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2, 3 നിങ്ങൾ അറിഞ്ഞിരിക്കണം. അടുത്ത വരുന്ന പ്രൈം നമ്പേഴ്സ് നോക്കണം. 6ന്റെ 2 സൈഡിൽ ആരൊക്കെയാണ്? 5ഉം 7. 5ഉം 7ഉം പ്രൈം നമ്പേഴ്സ് ആണ്. അടുത്ത 11ഉം 13ഉം പ്രൈം നമ്പേഴ്സ് ആണ്. 17ഉം 19ഉം പ്രൈം നമ്പേഴ്സ് ആണ്.
24 വരുമ്പോൾ 23 പ്രൈം നമ്പർ ആണ്, പക്ഷേ 25 പ്രൈം നമ്പർ അല്ല, കാരണം അത് 5ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതെന്തായാലും വരില്ല. 30 വരുമ്പോൾ 29ഉം 31ഉം എന്തായിരിക്കും? പ്രൈം നമ്പർ ആയിരിക്കും. 36 വരുമ്പോൾ 35 നമ്പർ അല്ല, 37 ആകുമ്പോൾ എന്താണ്? പ്രൈം നമ്പർ ആണ്. 40 വരുമ്പോൾ 41ഉം 43ഉം പ്രൈം നമ്പർ ആണ്. 48 വരുമ്പോൾ 47 പ്രൈം നമ്പർ ആണ്. 49 എന്തല്ല? പ്രൈം നമ്പർ അല്ല, 7ന്റെ മൾട്ടിപ്പിൾ ആണ്. 7 49 അല്ലേ? വരത്തില്ല. 54 വരുമ്പോൾ 53 പ്രൈം നമ്പർ ആണ്, പക്ഷെ 55 പ്രൈം നമ്പർ അല്ല. 60 വരുമ്പോഴത്തേക്കും 59ഉം 61ഉം എന്തായിരിക്കും? പ്രൈം നമ്പർ. അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ 6ന്റെ രണ്ട് സൈഡിലായിട്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? പ്രൈം നമ്പർ വരുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ പ്രൈം നമ്പേഴ്സ് നിങ്ങൾ 100 പ്രൈം നമ്പേഴ്സ് അടിച്ചു നോക്കിയാൽ ഇതായിരിക്കും ഓർഡർ. 2, 3, 5, 7, 11, 13, 17, 19, 23 ഇതായിരിക്കും എൻ്റെ ഓർഡർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു ഷോർട്ട് പറഞ്ഞതാണ്. നിങ്ങൾ അങ്ങനെ കാണാൻ പഠിക്കുന്നതിന് പകരമായിട്ട് 6ന്റെ മൾട്ടിപ്പിൾസ് രണ്ട് സൈഡിലാണോ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നമ്പറുടെ പ്രൈം നമ്പർ എന്ന് അറിയാം, അതിന് തൊട്ട് മുമ്പിലോ പുറകിലോ എന്താണ് 6ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും 100 പ്രൈം. അപ്പം ഇവിടെ നമ്മൾ പ്രൈം നമ്പേഴ്സ് ആണ് ഈ വന്നിരിക്കുന്നത്. 71, 73, 72 രണ്ട് സൈഡിലായിട്ട് വരുന്ന പ്രൈം നമ്പേഴ്സ് ആണ് അവിടെ വന്നിരിക്കുന്നത്. പിന്നെ 84 ഒരു സൈഡിലായിട്ട് വരുന്ന പ്രൈം നമ്പറാണ് 83 എന്ന് പറയുന്നത്. 84 മറ്റേ സൈഡിൽ വരുന്നത് 85 ആണ്, അത് പ്രൈം നമ്പർ അല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് 71, 73, 71 തൊട്ട് അടുത്ത് വരുന്ന പ്രൈം നമ്പറാണ് 73. അപ്പോൾ 83 കഴിഞ്ഞ് വരെ പ്രൈം നമ്പറാണ് നമുക്ക് ആൻസർ വരേണ്ടത്. പലപ്പോഴും പലരും 87 ആൻസറിലോട്ട് എടുത്ത് പോകാറുണ്ട്. 87 ഒരു പ്രൈം നമ്പർ അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. 8 + 7 15 ആണ്. 15 എന്ന് പറഞ്ഞാൽ 3ന്റെ മൾട്ടിപ്പിൾ. അപ്പോൾ 81 3ന്റെ മൾട്ടിപ്പിൾ നമ്പറാണ്, അപ്പോൾ അത് പറ്റില്ല. നമ്മുടെ ആൻസർ 89 ആണ്. അത് മനസ്സിലാക്കാനാണ് പറയുന്നത്. 84ന് രണ്ട് സൈഡിലായിട്ട് വരുന്ന 83 പ്രൈം നമ്പറാണ്, 85 പ്രൈം നമ്പർ അല്ല. പിന്നെ വരുന്ന മൾട്ടിപ്പിൾ ഏതാണ്? 90 ആണ്. 90 വരുന്ന സമയത്ത് 90യുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന 89 എന്താണ്? പ്രൈം നമ്പറാണ്. 91 പ്രൈം നമ്പർ അല്ല കേട്ടോ, കാരണം 7ന്റെ മൾട്ടിപ്പിൾ ആണ് 91 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 89 പ്രൈം നമ്പർ. അപ്പോൾ അത് മനസ്സിലാക്കാൻ പറഞ്ഞത് അത് വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് വെച്ച് നിങ്ങൾക്ക് പ്രൈം നമ്പേഴ്സ് കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു മെത്തേഡ് പറഞ്ഞത് കേട്ടോ. അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ പാറ്റേണിൽ ചെറിയൊരു വ്യത്യാസം. നേരത്തെ നമുക്ക് 2 പേര് തന്നിട്ട് മൂന്നാമത്തെ ആൾ എന്നിട്ട് 4ാമത്തെ ആളെ ചോദിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ 2 പേരെ തന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് 3, 4 നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടപ്പം ഇവിടുത്തെ പാറ്റേൺ മനസ്സിലാക്കിയിട്ട് അതേ പാറ്റേൺ ഇവിടെ വരുന്ന ആൾക്കാരെ നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 9, 27 നമ്മൾ എടുക്കുന്ന സമയത്ത് 9 × 3 ആണ് 27. നിങ്ങൾക്ക് അറിയാം 9 × 3 ആണ് 27. അങ്ങനെയാണെങ്കിൽ 5 × 3 അത് വരത്തില്ല, 8 × 3 വരത്തില്ല, 15 × 3 എടുക്കുകയാണെങ്കിൽ പറ്റത്തില്ല, 81 × 3 അതും പറ്റില്ല. ഓക്കെ, അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റെന്ത് പ്രത്യേകത വരും, അല്ലെങ്കിൽ മറ്റെന്താണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ 9 ഉം 27 ആ നമ്പറിന് പ്രത്യേകതയുണ്ട്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവില്ല, നമ്പേഴ്സിന് പ്രത്യേകതയുണ്ട്. എന്താണ്? 9 എന്ന് പറയുന്നത് 3ന്റെ സ്ക്വയർ ആണ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? 3ന്റെ ക്യൂബാണ്. അപ്പം ഒരേ നമ്പറിന്റെ സ്ക്വയറും ക്യൂബുകളാണ് എന്ത് ചെയ്യുന്നത്? അവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു ലോജിക്ക് നിങ്ങൾക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 5 125, 5ന്റെ സ്ക്വയർ 25 25 ആണെങ്കിൽ നമുക്ക് അത് എടുക്കാൻ പറ്റും. ഇത് പറ്റില്ല. 8 64, 8 ഒരു ക്യൂബ് നമ്പറാണ്, 64 ഒരു ക്യൂബ് നമ്പറാണ്, അപ്പോൾ അതും പറ്റില്ല. 15ഉം 115ഉം ക്യൂബും സ്ക്വയറൊന്നും അല്ല, നമുക്കത് പറ്റത്തില്ല. 81, 72, 721 നോക്കിയേ, 9ന്റെ സ്ക്വയർ 9ന്റെ ക്യൂബ് കേട്ടോ. 9ന്റെ സ്ക്വയർ 9ന്റെ ക്യൂബ്. നമുക്ക് എന്താണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് നമുക്ക് പറയാൻ പറ്റും. 9ന്റെ സ്ക്വയർ സെയിം പാറ്റേണിലല്ല, ഒരു നമ്പറിന്റെ സ്ക്വയറും ഒരു നമ്പറിന്റെ ക്യൂബും. അത് മനസ്സിലാക്കിയാൽ അപ്പോൾ ആ ഒരു പാറ്റേൺ ലോജിക്ക് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുവാണ്. നിങ്ങളത് ഞാൻ പറയായിരുന്നു, ക്വസ്റ്റ്യൻ തരുന്ന സമയത്തിന് നിങ്ങളത് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എന്ത് ചെയ്യുക? അടുത്ത ഇതിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ആൻസർ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. എങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകത്തുള്ളൂ കേട്ടോ. ഈ ഒരു പാറ്റേൺസ് ഒക്കെ നിങ്ങളായിട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു ശ്രമം അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. വളരെ എന്താണ് എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ അതിനെ ശ്രമിക്കാൻ വേണ്ടി ചെയ്യും. ഓക്കെ, 5:35. ഇപ്പം 5:35 ആവാൻ നമുക്ക് ഒരുപാട് മെത്തേഡ് പറയാം. 5 30 കൂട്ടിയാണെന്ന് പറയാം, 5 × 7 ആണെന്ന് പറയാം അല്ലേ. 5 × 7 ആണ് 35. 5ന്റെ സ്ക്വയർ ഒന്നും അല്ല, അപ്പം പറ്റില്ല. 5 × 7 ആണ് 35. ആദ്യത്തെ നമ്പറിനോട് 7 മൾട്ടിപ്ലൈ 35 എടുത്തു. അപ്പം നിങ്ങൾ നോക്കുന്ന സമയത്ത് 11ന്റെ 7 അല്ല, 7ന്റെ 7 കൂട്ടി 49, 7 × 3 × 71 ആണ് 960. അതുമല്ല. ഓക്കെ, അപ്പോൾ ഒരു പെർട്ടിക്കുലർ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്നൊരു പാറ്റേൺ അല്ല. 5ഉം 7ഉം സെലക്ട് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ഒരു കൺസെപ്റ്റ് പറയാം. 5 അല്ല 7, 5നെ 7, അപ്പോൾ ആദ്യത്തെ നമ്പറിന് 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതല്ലേ. അപ്പോൾ എന്തുകൊണ്ട് 5ന് ശേഷം 7 എടുത്തു എന്നുള്ളതിന് നമുക്കൊരു പാറ്റേൺ പറയാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും പ്രൈം നമ്പേഴ്സ് ആണ്. 5ഉം 7ഉം പ്രൈം നമ്പേഴ്സ് ആണ്. ഈ കണ്ടോ, പ്രൈം നമ്പർ കാണാതെ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഓക്കെ, 5ഉം 7ഉം പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പോൾ 5ഉം 7ഉം പ്രൈം നമ്പേഴ്സ് നിങ്ങൾ നോക്കുമ്പോൾ 5 കഴിഞ്ഞ് തൊട്ട് അടുത്ത് വരുന്ന പ്രൈം നമ്പറാണ് ആരെന്ന് പറയുന്നത്? 7 എന്ന് പറയുന്നത്. അപ്പം 5 × 7 നമുക്ക് 35 വന്നു. അങ്ങനെയാണെങ്കിൽ ഒരു നമ്പർ കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന പ്രൈം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത നമ്പർ ആയാലും വന്നിട്ടുണ്ട്. അപ്പോൾ 11ഉം 55ഉം ആണ്
11 5 കൊണ്ട് മൾട്ടിപ്ലൈ ആണ് 95. 11 ഒരു പ്രൈം നമ്പർ ആണ്, പക്ഷെ 11 ശേഷം വരുന്ന പ്രൈം നമ്പർ 13 അത് പറ്റില്ല. 7 × 11 ആണ് 77 അല്ലേ? 7 × 11, 7 കഴിഞ്ഞ് അടുത്ത് വരുന്ന പ്രൈം നമ്പർ തന്നെയാണ് 11 അല്ലേ? ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ 3 8 24 പക്ഷേ 8 എന്ന് പറഞ്ഞ പ്രൈം നമ്പർ അല്ല. 9 പ്രൈം നമ്പറേ അല്ല, നമുക്കറിയാം. അത് പ്രൈം നമ്പർ വെച്ചുള്ള കൺസെപ്റ്റാണ് പറയുന്നത്. നമ്മുടെ ആൻസർ എന്താണ്? 7 × 11 77. ഈ ഒരു ഇതായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക ആൻസർ. അപ്പോൾ ഇങ്ങനെ പല ലോജിക്കുകൾ നമുക്ക് എന്താണ് കേസിൽ നമ്പേഴ്സിൽ ഒരുപാട് ലോജിക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അത് ഏത് ലോജിക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നായിട്ട് നോക്കിയിട്ട് ഓപ്ഷനോട് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കണം. അടുത്ത ലെറ്റർ അനലോഗിയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു ലെറ്റർ അനലോഗിയുടെ കേസിൽ നമുക്ക് ടേബിൾ, നമ്മൾ കോഡിൻ ഡീകോഡിങ് സമയത്ത് പറയുന്നു ടേബിൾ ഇങ്ങനെ വരച്ച് വെക്കുക നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ കോഡിൻ ഡീകോഡിങ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു 1 മാർക്കിന്റെ ക്വസ്റ്റിന് വേണ്ടി അല്ല നമ്മൾ ഈ ടേബിൾ വരയ്ക്കുന്ന, ഒരു 4-5 മാർക്കിന്റെ ക്വസ്റ്റിന് വേണ്ടി ടേബിൾ ആവശ്യമായിട്ട് വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഇങ്ങനത്തെ ടോപ്പിക്കുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ ടേബിളിന്റെ ആവശ്യം വരും. ഓക്കെ, അപ്പം ലെറ്റർ ഇപ്പം നമ്പർ നമ്മൾ കണ്ടു, നമ്പർ കുറച്ച് ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് പഠിച്ച് നമ്പേഴ്സൊക്കെ ഒരുപാട് കണ്ടുവരുമ്പോൾ ശരിയായിക്കോളും. പക്ഷേ ലെറ്റേഴ്സ് നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടൊന്നും വരത്തില്ല കേട്ടോ. ലെറ്റേഴ്സ് നിങ്ങൾക്ക് അത്യാവശ്യം ടേബിൾ നോക്കി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ എന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക, എന്നിട്ട് ആൻസർ നോക്കുക. ഇപ്പം ഞാൻ തന്നെ പറഞ്ഞു പോവാണ്. സിയും എഫും, സി എന്തുകൊണ്ട് എഫ് ആയി എന്ന ലോജിക്കാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സിയും എഫ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സി കഴിഞ്ഞ് ഒരു 3 ലെറ്റർ കഴിഞ്ഞാണ് എഫ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ എസ് കഴിഞ്ഞിട്ട് ആര് വരും എന്ന് നമ്മൾ നോക്കുമ്പോൾ ഇവിടുന്ന് ഒരു +3 ആണ് ലോജിക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. +3 ആണ് ലോജിക്ക് ഞാൻ പറയാണ്. സി കഴിഞ്ഞ് ഒരു 3 ലെറ്റർ കഴിഞ്ഞിട്ടാണ് എഫ് വരുന്നത്. അതിനാൽ എസ് കഴിഞ്ഞ് 3 ലെറ്റർ 19 ആണ്. 19 + 3 22. എസിന്റെ ഇവിടെ +3 കൂടി നമുക്ക് എന്താണ് 22 ആണ് വരുന്നത്. 22 എന്ന് പറയുന്നത് വി ആണ്, ആൻസർ വി ആണ്. ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഓപ്ഷൻ വി എടുക്കാം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ടേബിൾ നോക്കി ലോജിക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് 2-3 ക്വസ്റ്റ്യൻ നമുക്ക് ലെറ്ററിലെ കേസ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. എന്നും എമ്മും പിയും ക്വസ്റ്റ്യൻ മാർക്ക്. അതായത് എന്നും എമ്മും തമ്മിൽ റിലേഷൻ ആണ് നമ്മൾ നോക്കേണ്ടത്. എന്നും എമ്മും തമ്മിലുള്ള റിലേഷൻ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ പറയാം, എന്ന് തൊട്ട് മുന്നേ ലെറ്റർ ആണ് ആരെന്ന് പറയുന്നത് എം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിക്ക് തൊട്ട് മുന്നേയുള്ള ലെറ്റർ, പിക്ക് തൊട്ട് മുന്നേയുള്ള ലെറ്റർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓ ആണ്. ഓ ഓപ്ഷനിലുണ്ടോ? ഇല്ല. അപ്പോൾ വേറെ എന്തോ ലോജിക്കാണ് അവർ യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എന്നും എമ്മും തമ്മിൽ മറ്റൊരു ലോജിക്ക് നമുക്ക് പറയാൻ പറ്റുന്നത് ഇവർ ഓപ്പോസിറ്റ് പെയർസ് ആണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ റിവേഴ്സ് ലെറ്റേഴ്സ് ആണ് നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ പിയുടെ റിവേഴ്സ് ലെറ്റർ ആരാണ്? കെ ആണ്. നമ്മുടെ ഓപ്ഷൻ അത് കെ ഉണ്ടോ? ഉണ്ട്. നമ്മുടെ ആൻസർ എന്തായിരിക്കും? കെ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒന്നിലധികം ലോജിക്ക് വരുന്നുണ്ട് അവിടെ. പക്ഷെ ലെറ്റേഴ്സ് ഒന്നിലധികം ലോജിക്ക് വരുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? നോക്കിയേ, കോമ്പിനേഷനായിട്ട് വരുവാണ്. കോമ്പിനേഷനായിട്ട് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ടേബിൾ നോക്കി എങ്ങനെയാണ് ആ കോമ്പിനേഷൻ വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നെക്സ്റ്റ് വരുന്ന ആളെയാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് ആറും ടിയും ഡബ്ല്യുവും വൈയും ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, നിങ്ങൾക്ക് ചിലർ ഇങ്ങനെ ആയിരിക്കും എടുക്കുക. 6 കഴിഞ്ഞ് ഒരു പൊസിഷൻ കഴിഞ്ഞിട്ട് ടി വരുന്നു, ടി കഴിഞ്ഞ് 2 പൊസിഷൻ കഴിഞ്ഞിട്ട് ഡബ്ല്യു വരുന്നു, ഡബ്ല്യു കഴിഞ്ഞ് ഒരു പൊസിഷൻ കഴിഞ്ഞിട്ട് വൈ വരുന്നു. ഇങ്ങനെ എടുക്കും. അങ്ങനെ എടുത്താൽ നമുക്ക് ആൻസർ കിട്ടും, സെയിം ആൻസർ. പക്ഷേ നമ്മൾ ഈ അനലോഗിയുടെ കേസിൽ ആക്ച്വലി ഇങ്ങനെ അല്ല നമ്മൾ എടുക്കുക. നമ്മൾ എടുക്കുന്ന എപ്പോഴും നമ്മൾ ഓക്കെ, നമ്മൾ എടുക്കുന്ന എപ്പോഴും ഈ ഒരു രീതിയിലായിരിക്കും. കോമ്പിനേഷൻ വരുവാണെങ്കിൽ സെയിം പൊസിഷനിൽ വരുന്ന ലെറ്റേഴ്സ് വെച്ചുള്ള പാറ്റേൺ കണ്ടുപിടിക്കാൻ നോക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. കാരണം ഇങ്ങനെ സീരീസ് ആയിട്ട് എടുക്കുന്ന ഒരു പാറ്റേണിൽ വരുവാണെങ്കിൽ അത് നമ്മൾ സീരീസിനകത്ത് ചെയ്യും. പക്ഷെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇവിടെ പ്രശ്നം വരാറുണ്ട് ചില സമയത്ത്. അതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതി എടുക്കാൻ പറയുന്നത്. അതായത് ആറും ഡബ്ല്യും നമ്മുടെ റിലേഷൻ നോക്കാം, ടിയും വൈയും നമ്മുടെ റിലേഷൻ നോക്കാം, ഒരേ പൊസിഷനിൽ വരുന്ന ലെറ്റേഴ്സ് നമ്മൾ നോക്കാം. ആറും ഡബ്ല്യും നിങ്ങൾ നോക്കുവാണെങ്കിൽ 6 കഴിഞ്ഞ് ഒരു 5 പൊസിഷൻ കഴിഞ്ഞിട്ടാണ് ഡബ്ല്യു വരുന്നത്. ഇത് +5 പൊസിഷൻ കഴിഞ്ഞിട്ടാണ് ആരുണ്ട് ഡബ്ല്യു വരുന്നത്. ടിയും വൈയും നിങ്ങൾ നോക്കുവാണെങ്കിലും സെയിം അതുപോലെ +5 പൊസിഷൻ കഴിഞ്ഞാണ് എന്ത് ചെയ്യുന്നത് വൈ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും 2 പൊസിഷനിൽ വരുന്ന ലെറ്റേഴ്സും +5 കഴിഞ്ഞിട്ട് വരുന്ന ലെറ്റേഴ്സ് ആണ് റീപ്ലേസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, എൻ പി ചെയ്യാം. n കഴിഞ്ഞിട്ട് +5 14 + 5 19 എസ് വരും. നിങ്ങൾ നോക്കുവാണെങ്കിൽ 2 ഓപ്ഷൻ എസ് ആണ്. അപ്പോൾ ഇതും വരില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റും. 2 ഓപ്ഷൻ എസ് ആണ്. അടുത്ത പി കഴിഞ്ഞ് എന്താണ് +5, പി എന്ന് പറയുന്നത് 16 ആണ്. 16 + 5 ആകുമ്പോൾ നമുക്ക് എന്താണ് 21 വരും. എസ് യു ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം ആൻസർ ആയിട്ട് വരിക. എസ് യു ആയിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ എന്തെങ്കിലും പാറ്റേൺ നോക്കാണ്ട് ഇതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമുക്ക് സീരീസ് നോക്കിയിട്ട് കിട്ടുന്നില്ല പിന്നെ വീണ്ടും വന്നിട്ട് നമ്മൾ നോക്കണേ കാട്ടി ആദ്യമേ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു രീതിയിൽ നോക്കുക. ഓക്കെ, അടുത്ത ദിവസം 4 ലെറ്ററുള്ള കോമ്പിനേഷൻ ഒക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾ സീരീസ് ആയിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ പ്രത്യേകിച്ച് അങ്ങനെ പാറ്റേൺ ഒന്നും പറയാൻ പാടായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, സിംഗിൾ ബൈ സിംഗിൾ ലെറ്റേഴ്സ് നോക്കുക.
ഇപ്പൊ എച്ചും ഐ ഞാൻ നോക്കുവാണെങ്കിൽ എച്ച് കഴിഞ്ഞ് തൊട്ടടുത്ത ലെറ്റർ ആണ് ഐ, അതായത് +1 ആണെന്ന് പറയാം. ഓക്കെ, ഇപ്പൊ ജെയും എല്ലും ഞാൻ നോക്കുവാണെങ്കിൽ ജെ കഴിഞ്ഞ് 2 പൊസിഷൻ കഴിഞ്ഞാണ് ആര് വരുന്നത്? എല്ല് വരുന്നത്. ഓക്കെ, എല്ലും ഓയും ഞാൻ നോക്കുവാണ്. എല്ലും ഓയും നോക്കുമ്പോഴത്തേക്കും ഒരു 3 പൊസിഷൻ കഴിഞ്ഞിട്ടാണ് വരുന്നത്. എന്നും ആറും നോക്കുവാണെങ്കിൽ ഞാൻ നോക്കുവാണെങ്കിൽ എന്ന് കഴിഞ്ഞിട്ട് ഒരു 4 പൊസിഷൻ കഴിഞ്ഞാണ് എന്ത് ചെയ്യുന്നത്? 6 വരുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഓരോ പൊസിഷനിൽ വരുന്ന ലെറ്റേഴ്സ് എന്താണ് മാറി വരുന്നത്? +1, +2, +3, +4 ഈ പാറ്റേണിലാണ് പോകുന്നത്. അപ്പൊ അതേ പാറ്റേൺ നമുക്ക് എന്താണ് DFHJ നമുക്ക് എന്താണ് മാറ്റം കൊടുക്കാം. എങ്ങനെയാണ്? ഡി കഴിഞ്ഞിട്ട് +1 പൊസിഷൻ, ഡി കഴിഞ്ഞ് +1 പൊസിഷൻ ഇ ആണ്. അപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇതാ ഫസ്റ്റ് ഇതാ ഈ ഒരു ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കാരണം ബാക്കി എല്ലാത്തിലും ഇ വന്നിട്ടുണ്ട്, ഇതിൽ ഇ വന്നിട്ടില്ല. അടുത്ത എഫ് കഴിഞ്ഞ് 2 ലെറ്റർ ഇപ്പൊ എച്ച് ആണ്. നിങ്ങൾ നോക്കുമ്പോൾ ബാക്കി 3 ഓപ്ഷനിലും എച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ എലിമിനേഷൻ വരുന്നില്ല. അടുത്ത എച്ച് കഴിഞ്ഞിട്ട് 3 ലെറ്റർ കഴിഞ്ഞിട്ട് വരുന്ന ആരാണ്? കെ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഓപ്ഷനിൽ മാത്രമേ കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് ഇതാണ് ആൻസർ എന്ന് പറയാം. ജെ കഴിഞ്ഞ് 4 പൊസിഷൻ കഴിഞ്ഞിട്ട് എന്നെ വരും, 14 വരുന്നുണ്ട്, കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്താണ് ലെറ്റേഴ്സ് വെച്ചുള്ള അനലോഗിയുടെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്പർ കണ്ടു, ലെറ്റർ കണ്ടു. ഇപ്പോൾ നമുക്ക് നമ്പർ ലെറ്റർ കോമ്പിനേഷൻ പോലെ വരുവാണ്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. നമുക്ക് ടേബിളിന്റെ സഹായത്തോടെ നമുക്ക് ഈസി ആയിട്ട് പറയാൻ സാധിക്കും. ഇപ്പൊ PV ആ ഒരു ലെറ്റർ കോമ്പിനേഷൻ ആയിട്ട് 6 എന്നൊരു നമ്പർ. അപ്പൊ എന്തുകൊണ്ട് PVക്ക് 6 എന്നാണ് നമ്മൾ നോക്കുന്നത്? അപ്പൊ നമുക്ക് അതിന്റെ പൊസിഷൻസ് റിവേഴ്സ് പൊസിഷൻസ് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, നിങ്ങൾ പിയും ബി എടുക്കുവാണെങ്കിൽ ഇപ്പോൾ പിയുടെ പൊസിഷൻ 16 ആണ്, ബിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 22 ആണ്. അപ്പൊ പിയും ബിയും നിങ്ങൾ നോക്കുമ്പോൾ 22, 16 എന്ന് പറയുന്ന 2 പൊസിഷൻ ആണ്. അതിന് ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരുന്നുണ്ട്? 6 വരുന്നുണ്ട്. അപ്പൊ പൊസിഷന്റെ ഡിഫറൻസ് ആണ് എടുത്തേക്ക് നമുക്ക് പറയാൻ സാധിക്കും, അല്ലെ? അങ്ങനെയാണെങ്കിൽ എഫ് എം നോക്കിയാൽ നിങ്ങൾ എഫും എമ്മും നിങ്ങൾ നോക്കുവാണെങ്കിൽ 6 13 ആണ്, 6 7 ആണ് 13, അല്ലെ? നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി 7 ആയിരിക്കും. ടേബിളിന്റെ സഹായത്തോടെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഈ പറയുന്ന ലെറ്റർ അനലോഗിയുടെ ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ലെറ്റർ നമ്പർ കോമ്പിനേഷൻ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ടേബിളിന്റെ കൺസെപ്റ്റ് ആയിരിക്കും കേട്ടോ. എന്താണ് റിവേഴ്സ് പൊസിഷനോ അല്ലെങ്കിൽ പൊസിഷനോ ബേസ്ഡേ നമുക്ക് അത് വരത്തുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് വരുന്ന സമയത്ത് അതൊരു വേർഡ് അനലോഗിയുടെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം വേർഡ് അനലോഗി ഞാൻ പറഞ്ഞായിരുന്നു, ഇത് കൂടുതൽ നമുക്ക് എങ്ങനെയാണ് വരുന്നത്? നമുക്ക് GK റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും കൂടുതലും വരാം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ജപ്പാൻ ടോക്കിയോ. അപ്പൊ എന്തുകൊണ്ട് ജപ്പാനും ടോക്കിയോ നമ്മൾ റിലേറ്റഡ് ആകുന്നു? എങ്ങനെയാണ് ജപ്പാൻ ടോക്കിയോ റിലേറ്റ് ആവുന്നത് വെച്ച് കഴിഞ്ഞാൽ ജപ്പാന്റെ ക്യാപിറ്റൽ ആണെന്ന് പറയുന്നത് ടോക്കിയോ എന്ന്. അപ്പൊ റഷ്യയുടെ ക്യാപിറ്റൽ എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും ആൻസർ വരാം? മോസ്കോ ആയിരിക്കും ആൻസർ വരിക. അപ്പൊ നമുക്ക് കൺട്രി ക്യാപിറ്റൽ അറിയണം. GK അകത്തുള്ള കൺട്രി ക്യാപിറ്റൽ, ഒരുവിധമുള്ള എല്ലാ ഫേമസ് ആയിട്ടുള്ള കൺട്രിയും ക്യാപിറ്റൽ നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ സംഭവം ചെയ്യാൻ സാധിക്കത്തുള്ളൂ, അല്ലേ? ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെയും കൺട്രിയും ക്യാപിറ്റലും നിങ്ങൾ അത്യാവശ്യം അറിയണം. നിങ്ങളത് സെപ്പറേറ്റ് തന്നെ പഠിക്കണം കേട്ടോ. നമ്മൾ കൺട്രി ക്യാപിറ്റൽ, കൺട്രി കറൻസി, അതുപോലെ എന്താ പറയുക, ഇപ്പോൾ വലുത് ചെറുത്, അതായത് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു കൂട്ടം ആൾക്കാരെ പറയുന്ന പേരുകൾ, അതുപോലെ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് എന്നൊക്കെ പറയില്ലേ, ഷീപ്പ് ഫ്ലോക്ക് അങ്ങനെ പറയും നമ്മൾ. അതുപോലത്തെ പിന്നെ നമ്മൾ ഓപ്പോസിറ്റ് പേയേഴ്സ്. ഓക്കെ, അത് ഇംഗ്ലീഷുമായിട്ട് റിലേറ്റ് ആയിട്ട് വരും. ഓപ്പോസിറ്റ്, സെയിം മീനിങ് വരുന്നത്, ഓപ്പോസിറ്റ് മീനിങ് വരുന്നത്, അതുപോലെ യൂണിറ്റ്സ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്താണ് പ്രത്യേകം പഠിക്കണം. അനലോഗിക്ക് വേണ്ടി തന്നെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് നിങ്ങൾ പഠിക്കണം. അത് എന്തായാലും ആവശ്യമായിട്ട് വരും അനലോഗി ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ GK റിലേറ്റ് പഠിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിച്ച് വരാം. കറണ്ട് അഫയേഴ്സ് റിലേറ്റ് കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഇടയ്ക്ക് കയറി വരാം. ഓക്കെ, നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഇവിടെ ഇട്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, റുപ്പി ഇന്ത്യ yen. ഓക്കെ, പലപ്പോഴും പലരും വന്ന് ചാടി വീഴുന്നത് yen എന്ന് പറയുമ്പോൾ ചൈനയിലേക്കാണ്. കാരണം ചൈന എന്നൊക്കെ ഒരു പേരുകൾ കേൾക്കുമ്പോൾ ഒരുപാട് തോന്നും നമുക്ക്. yen എന്ന് പറഞ്ഞാൽ ഏത് കറൻസിയാണ്? ഏത് കൺട്രിയുടെ കറൻസിയാണ്? ജപ്പാന്റെ കറൻസിയാണ് കേട്ടോ. yen എന്ന് പറഞ്ഞാൽ ജപ്പാന്റെ കറൻസിയാണ്. ചൈനയുടെ റിൻപിൻ എന്നുള്ള രീതിയിലുള്ള പറയുന്ന പേരാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ കൺട്രി കറൻസി കൃത്യമായിട്ട് നമ്മൾ എന്താണ് അറിഞ്ഞിരിക്കണം, എങ്കിലേ നമുക്ക് എന്താണ് ആൻസറിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. ഇതൊക്കെ കാണാൻ പഠിച്ചു വെക്കണം, എങ്കിലേ നമുക്ക് പറ്റത്തുള്ളൂ കേട്ടോ. വേർഡ് അനലോഗിയുടെ പ്രത്യേകം നമുക്ക് ആ ഒരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് വരെ നോക്കിയേ, പവർ വാട്ട് എനർജി ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, അപ്പോൾ ഇത് ഫിസിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് യൂണിറ്റുമായിട്ട് റിലേറ്റ് ചെയ്തൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പവർ എന്ന് പറയുന്ന വാട്ട് ആണെങ്കിൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് യൂണിറ്റ് ആണ്. എനർജിയുടെ യൂണിറ്റ് എന്താണ്?
ജൂളാണ്. അപ്പോൾ യൂണിറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് നമ്മൾ എന്താണ് പഠിച്ചു വെച്ചിരിക്കണം, ആവശ്യമായിട്ട് വരും. ഇതെല്ലാം കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ മാത്രമാണ് കേട്ടോ, നിങ്ങൾക്ക് ആ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി മാത്രമാണ്. എന്നിട്ട് നോക്കിയേ, മെൽറ്റ്, ലിക്വിഡ്, ഫ്രീസ്, ക്വസ്റ്റ്യൻ മാർക്ക്. നിങ്ങൾ അതിൻ്റെ ഓപ്ഷൻ നിങ്ങൾ നോക്കുന്ന സമയത്ത് മെൽറ്റ്, ലിക്വിഡ്, ഫ്രീസ് എന്ന് കാണുമ്പോൾ തന്നെ ചാടി കയറി പലരും ഐസ് മാർക്ക് ചെയ്യും. എനിക്ക് ശ്രദ്ധിക്കാം, വെള്ളം ഫ്രീസ് ആകുമ്പോൾ ഐസ് ആവുന്നു, കറക്റ്റാണ്. പക്ഷേ ഇത് ഉദ്ദേശിക്കുന്നത് മെൽറ്റ് ആവുമ്പോൾ ഒരു സാധനം, എന്ത് സാധനമാണെങ്കിലും മെൽറ്റ് ആകുമ്പോൾ അത് എന്ത് ഫോമിലേക്ക് മാറും? ലിക്വിഡ് ഫോമിലേക്ക് മാറും. അപ്പോൾ എന്തൊരു സാധനമാണെങ്കിലും ഫ്രീസ് ആയാൽ എന്ത് ഒരു ഇതിലൂടെ മാറുന്നത്? സോൾഡ് ഫോമിലേക്കാണ് മാറുന്നത്. ഇതാണ് സോൾഡ് ആണ് ആൻസർ. കാരണം ഫ്രീസ് കാണുമ്പോൾ നമുക്ക് ചാടിക്കേറി ഐസ് മാർക്ക് ചെയ്യാനൊക്കെ തോന്നും, കാരണം അങ്ങനെ ഫസ്റ്റ് ഓപ്ഷൻ അങ്ങനെ കൊടുത്തിരിക്കുന്നതിന് അതിന് വേണ്ടി തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ മെൽറ്റ്, ലിക്വിഡ്, ഫ്രീസ് എന്ന് പറയുന്നത് സോളിഡ്. ഓക്കെ, അടുത്ത നോക്കിയാൽ നെഫ്രോളജി, കിഡ്നി, എൻഡമോളജി. അപ്പോൾ സ്റ്റഡീസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സാധനം. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെഫ്രോളജി ഇതുപോലെ വരുന്ന ഇതിപ്പം എന്താണ്, പെഡോളജി അല്ലെങ്കിൽ പാത്തോളജി, അതുപോലെ കാർഡിയോളജി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പഠിക്കാറുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കണം. നമുക്കറിയാം, പെഡോളജി എന്ന് പറഞ്ഞാൽ സോയിലിനെ കുറിച്ച് സ്റ്റഡിയാണ്, പാത്തോളജി എന്ന് പറഞ്ഞാൽ ഡിസീസിനെ കുറിച്ച് സ്റ്റഡിയാണ്, കാർഡിയോളജി എന്ന് പറഞ്ഞാൽ ഹേർട്ടിനെ സംബന്ധിച്ചുള്ള സ്റ്റഡീസാണ്. അപ്പം ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സ്റ്റഡീസും കാര്യങ്ങളും അതൊക്കെ നമ്മൾ എന്താണ് സെപ്പറേറ്റ് തന്നെ കാണാതെ പഠിക്കണം. അപ്പോൾ എൻഡോമോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസെക്ട്സിനെ കുറിച്ചുള്ള സ്റ്റഡീസാണ് അല്ലെ, ഇൻസെക്ട്സിനെ കുറിച്ച് സ്റ്റഡി, അല്ലെങ്കിൽ ആ ഒരു ശാഖയാണ് നമ്മളെന്ന് പറഞ്ഞാൽ എൻഡോമോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് എന്താണ് വേർഡ് അനലോഗിയുടെ ക്വസ്റ്റ്യൻ വരാം. ഇതൊക്കെ നമുക്ക് ഒരു എക്സാമ്പിൾ ഞാൻ തന്നേ ഉള്ളൂ. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ, ഈ പറയുന്ന സംഭവങ്ങളും ഇതുപോലുള്ള കുറേ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണാതെ പഠിക്കണം. അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ആൻസർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി വേർഡ് അനലോഗിക്കകത്ത് വരുന്ന മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, അതായത് നമ്മൾ കോഡിങ് ഡീകോഡിങ് ടോപ്പിക് മുൻപ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വേർഡും അതിൻ്റെ കോഡ് തന്നിട്ട് പുതിയൊരു വേർഡിനെ കോഡ് ചെയ്യാനായിട്ട്. അതേ സംഭവം അനലോഗിക്കകത്ത് കയറി വരും. അപ്പോൾ അവിടെ നമുക്ക് ഒരു വേർഡും കോഡും തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അതേ സംഭവം നമുക്ക് എങ്ങനെ വരുന്നത് വെച്ചാൽ വേർഡും കോഡും ഇങ്ങനെ തരും. ഓക്കെ, ഫസ്റ്റ് വരുന്നത് ഒരു വേർഡും അതിൻ്റെ കോഡും ആയിരിക്കും. എന്നിട്ട് പുതിയൊരു വേർഡിനെ കോഡ് ചെയ്യാൻ ചോദിക്കും. അത് അനലോഗിയുടെ പാറ്റേണിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം കോഡിങ് എവിടെ കയറി വരാറുണ്ട്? അനലോഗിക്കകത്ത് കയറി വരാറുണ്ട്. ഇതൊരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. നേഷൻ എന്ന് പറയുന്നത് ANTINO ആയിട്ട് മാറിയെങ്കിൽ ഹംഗ്രി എന്ന് പറയുന്നത് ആരായിട്ട് മാറും? നമുക്ക് കോഡിങ് ചെയ്യാൻ നമുക്കറിയാം എങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ജസ്റ്റ് വേർഡും കോഡും എടുത്ത് എഴുതും. വേർഡും കോഡും എടുത്ത് എഴുതും. ഇനി നമ്മൾ കമ്പയർ ചെയ്ത് നോക്കും. നമ്മൾ ആദ്യം നോക്കുന്ന റീഅറേഞ്ച്മെന്റ് കോഡിംഗ് ആണോ എന്നാണ്. ഇത് റീഅറേഞ്ച്മെന്റ് കോഡിംഗ് ആണ്. കാരണം വേർഡിൽ തന്നിരിക്കുന്ന ലെറ്റേഴ്സിനാണ് അവിടെ കിടക്കുന്നത്. ലെറ്റേഴ്സിന്റെ പൊസിഷൻസ് ആണ് റീഅറേഞ്ച് ചെയ്യുന്നത്. അതെങ്ങനെ റീഅറേഞ്ച് ചെയ്യുന്നതാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് ആദ്യത്തെ 2 ലെറ്റേഴ്സിന് ചേഞ്ച് വന്നിട്ടുണ്ട്, ലാസ്റ്റ് 2 ലെറ്റേഴ്സിനും ചേഞ്ച് വന്നിട്ടുണ്ട്, നടുക്കുള്ള 2 ലെറ്റേഴ്സ് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് ആ ഒരു ലോജിക്ക് എന്താണെന്ന്. അതേ ലോജിക്ക് ഹംഗറിക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ വരും? UHNGYR. UHNGYR. നമ്മുടെ ഓപ്ഷൻ ഏതായിരിക്കും? ബി ആയിരിക്കും. ഇങ്ങനെയും നമുക്ക് എന്താണ് വേർഡ് അനലോഗിയുടെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ വേർഡ് അനലോഗി ഞാൻ പറഞ്ഞായിരുന്നു, നമുക്ക് കൂടുതലും GK റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാറുണ്ട്. അതുപോലെ തന്നെ കോഡിംഗ് ടൈപ്പ് റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണ് വേർഡ് അനലോഗിക്കകത്ത് വരാം. ഓക്കെ, ഇനി ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസും കമ്പാരിറ്റീവ്ലി എളുപ്പമായിരിക്കും, വലിയ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. നിങ്ങൾക്ക് ആ ലോജിക്ക് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇത് A എന്ന് പറയുന്ന ഫിഗർ B ആയി മാറുവാണെങ്കിൽ C D ആയി മാറുവാണ്. അപ്പോൾ A എങ്ങനെയാണോ B ആയി മാറിയെന്ന ലോജിക്ക് മനസ്സിലാക്കിയിട്ട് അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? C-നെ മാറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ലോജിക്ക് നിങ്ങൾ ഫിഗറിനെ വെച്ച് മനസ്സിലാക്കണം. ഇതൊക്കെ കാണുമ്പോൾ തന്നെ പറയാൻ പറ്റും നിങ്ങൾക്ക് അല്ലേ, എന്താ സംഭവിക്കുന്നത് ഇവിടെ? ഫസ്റ്റ് ഫിഗറിൽ രണ്ടാമതായിട്ട് മാറുമ്പോൾ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പുറത്ത് വരുന്ന ഫിഗർ അകത്തേക്ക് പോവാണ് അല്ലെ. സ്ക്വയർ എന്ത് ചെയ്യുന്നു? ട്രയാങ്കിളിന് അകത്തേക്ക് പോവാണ്. കൂടാതെ അകത്തേക്ക് പോകുമ്പോൾ സ്ക്വയർ എന്ത് ചെയ്യുന്നു? ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയേക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ വരിക? ഈ പുറത്തുള്ള സ്ക്വയർ അകത്തേക്ക് പോകും, ട്രയാങ്കിളിന് അകത്തേക്ക് പോകും. പക്ഷേ ട്രയാങ്കിൾ താഴേക്ക് ബേസ് കാണിക്കുന്നത്, അകത്തേക്ക് പോകുമ്പോൾ അത് എന്തായി മാറും? അത് ഷെയ്ഡ് ചെയ്ത് മാറും. അപ്പോൾ അതേ പാറ്റേൺ വരുന്ന ആരും നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ 5 ആയിരിക്കും ആൻസർ. ഓപ്ഷനിൽ നമുക്ക് കണ്ടുപിടിക്കാന്നുള്ളതേ ഉള്ളൂ. വലിയ ബുദ്ധിമുട്ടൊന്നും ഫിഗർ ബേസ് കേസിൽ വരത്തില്ല കേട്ടോ. പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കുക, ലോജിക്ക് ഒന്ന് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഫിഗറും സെക്കൻഡ് ഫിഗറും നമ്മൾ നോക്കുന്ന സമയത്ത് ഒരേ ഷേപ്പുകളുണ്ട്, പക്ഷെ നമ്പേഴ്സ് മാറി വരുന്നുണ്ട്. എങ്ങനെയാണ് വരുന്നത്? ഇവിടെ വരുമ്പോഴത്തേക്കും ഫസ്റ്റ് സ്ക്വയർ ഉണ്ട്, ഒരു 3 സർക്കിൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കിടക്കണം താഴെ.
അതേസമയം അടുത്ത ഫിഗറിൽ വരുമ്പോൾ സർക്കിൾ മുകളിലേക്ക് പോകുന്നു, പക്ഷേ സർക്കിൾ ഒരെണ്ണേ ഉള്ളൂ. സ്ക്വയർ താഴേക്ക് വരുന്നു, സ്ക്വയർ എന്തായി മാറുന്നു? 3 എണ്ണമായിട്ട് മാറുന്നു. ഇങ്ങനെയാണ് മാറുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ അതുപോലെ ഒരു ട്രയാങ്കിൾ കിടപ്പുണ്ട്, മറ്റൊരു എൽ ഷേപ്പ് നമുക്ക് എന്താണ് 3 എണ്ണം റിപ്പീറ്റ് ചെയ്ത് കിടപ്പുണ്ട്. അപ്പോൾ അത് മാറ്റുമ്പോൾ ഇതേ ചേഞ്ച് വരുമ്പോൾ നമുക്ക് എന്ത് വരണം? എല്ല് മുകളിലേക്ക് തരണം, ട്രയാങ്കിൾ താഴേക്ക് വരണം. എല്ല് സിംഗിളായി മാറും, ട്രയാങ്കിൾ എന്തായിരിക്കും? 3 എണ്ണമായിട്ട് വരും അല്ലേ? അത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആൻസർ ഏതാണ്? ഓപ്ഷൻ 1 ആണ് ആൻസർ വരിക. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഫിഗർ ബേസ്ഡ് ആയിട്ട് നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്ന ക്വസ്റ്റിനകത്ത് അനലോഗി എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്ക് തന്നെയാണ്. നമ്മൾ കുറച്ച് കാര്യങ്ങളും ക്ലാസ്സിൽ പറയാനുള്ളൂ. കാരണം നമുക്ക് എല്ലാ ലോജിക്കുകളും എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കൺസെപ്റ്റ്, എന്താണ് ഈ നമ്പർ എന്ന് പറഞ്ഞാൽ, നമ്പർ അനലോഗി എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ലെറ്റർ അനലോഗി എങ്ങനെ അപ്രോച്ച് ചെയ്യണം, വേർഡ് അനലോഗി നമ്മൾ എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ ചെയ്യണം, അതുപോലെ തന്നെ ഫിഗർ വരുമ്പോൾ നമ്മൾ എങ്ങനെ ഒരു കൺസെപ്റ്റ് എടുക്കണം എന്നൊരു ഐഡിയ ഉണ്ടാക്കി എടുക്കാനേ പറ്റത്തുള്ളൂ. ബാക്കി നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും നമ്മുടെ എന്താണ് എക്സാമിന് പോകുമ്പോൾ ഇത് ചെയ്യുന്നത്. കാരണം ലോജിക്കാണ് ആ കോഡിൻ്റെ കൂടി നമ്മൾ പറഞ്ഞതേ കാര്യം തന്നെയാണ്. ലോജിക്ക് കണ്ടുപിടിക്കുക എന്നുള്ളത് ഡിപ്പെൻഡ് ആണ്. നമ്മൾ ചെയ്ത് പഠിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അല്ല, ചെയ്ത് പഠിക്കാത്ത ഒരാളാണെങ്കിൽ നമ്മൾ കുറേ സമയം എടുത്തേ നമുക്ക് എന്ത് ചെയ്തുള്ളൂ? കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ കുറേ സമയം എടുത്ത് കണ്ടുപിടിക്കുന്ന സമയം നമുക്ക് ചെയ്ത് പഠിച്ച ഒരാൾ, ഇപ്പം നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തു, അത് നമ്മളൊരു പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു, നമ്മളത് ചെയ്ത് പഠിച്ചില്ല, മറ്റുള്ളത് ചെയ്ത് പഠിച്ചതാണ്, അയാൾ നിങ്ങൾ എന്ത് ചെയ്യും? പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്ത് ആൻസർ ചെയ്യും. നമ്മളത് വെച്ച് നോക്കിക്കൊണ്ടേയിരിക്കുക, എന്തുകൊണ്ടാണ് ഈ നമ്പറായി മാറുന്നത്, നമ്മൾ ഒരുപാട് ടൈം എടുത്തായിരിക്കും കണ്ടുപിടിക്കുക. അതേ സമയം അവരെന്ത് ചെയ്യും? ആ ഒരു സംഭവം പെട്ടെന്ന് കണ്ടുപിടിച്ച് അവർ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്ത് പോകും. അപ്പം ആ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കണം. അതുകൊണ്ട് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ നല്ലപോലെ ചെയ്ത് പഠിക്കുക, വേർഡ്സിന് വേണ്ടിയുള്ള കാര്യങ്ങൾ കാണാതെ പഠിക്കുക. ഇത് കൺട്രി ക്യാപിറ്റൽ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. കൺട്രി ക്യാപിറ്റൽ, കൺട്രി കറൻസി, അതുപോലെ യൂണിറ്റ്സ്, അതുപോലെ ഓരോ സ്പോർട്സ് നടക്കുന്ന സ്ഥലങ്ങൾ, അതുപോലെ ഇതിപ്പം കൺട്രി ക്യാപിറ്റൽ പറഞ്ഞ പോലെ സ്റ്റേറ്റും ക്യാപിറ്റൽ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, തലസ്ഥാനങ്ങൾ ചോദിക്കുന്ന രീതിയിൽ ചോദിക്കാം. അതുപോലെ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ മെയിൽ ഫീമെയിൽ കൺസെപ്റ്റ് ചോദിക്കാം, അല്ലെങ്കിൽ ഓരോ സാധനത്തിനും കൂട്ടം എന്നുള്ള രീതിയിലുള്ള സിംഗിളും കൂട്ടത്തിലുള്ള പേര് പറയുന്നത് ആ ഒരു രീതിയിൽ ചോദിക്കാം, അല്ലെങ്കിൽ വലുത് ചെറുന്നുള്ള രീതിയിൽ ചോദിക്കാം. പിന്നെ നമ്മൾ പഠിച്ച സ്റ്റഡീസ് ചോദിക്കാം. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചോദിക്കാൻ പറ്റും. അതുപോലെ ഇംഗ്ലീഷുമായിട്ട് റിലേറ്റ് ചെയ്ത് വൊക്കാബുലറി റിലേറ്റ് ആയിട്ട് ഇപ്പം എന്താണ് സെയിം മീനിങ് വരുന്ന വേർഡ്സ് ഏതെന്ന് ചോദിക്കുന്ന രീതിയിലോ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന വേർഡ് വരുന്ന ലോജിക്കിലോ അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒരുപാട് ചെയ്ത് പഠിക്കുമ്പോൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അങ്ങനത്തെ ലോജിക് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ മെയിനായിട്ടും പറയുന്നത്. നിങ്ങൾ ചെയ്ത് പഠിക്കുക നല്ലപോലെ തന്നെ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.